البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون قال الله عز وجل إن أولى الناس بي يوم القيامة أكثرهم علي صلاة شفيعنا رسول الله يا خير من دفينت بالقاء يعظمه فطاب من طيبهن الكاه واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സർവ്വാദണ്ഡരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹത്തായ പരിപാടി ആധികാരികമായി ഔപചാരികമായി വളരെയധികം പ്രൗഢമായ അർത്ഥഗർഭമായ ആത്മീയ ഉപദേശം നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രഗത്ഭ പണ്ഡിതരും പ്രസിദ്ധ പ്രഭാഷകരും വാഗ്മിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാസർഗോഡ് മുഷാവർ അംഗവും ജംഇയ്യത്തുൽ ഖുതബഇന്റെ പ്രഗത്ഭരായ ട്രഷററും എൻ്റെ ഗുരുതുല്യരായ സ്നേഹിതരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂ ഹംസത്തു സഅദി ഉസ്താദ് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ഹ്രസ്വമാണെങ്കിലും പ്രൗഢമായ ആശംസ പ്രഭാഷണം നടത്തിയ ഏറെ പിരിശപ്പെട്ടവരും അതിലേറെ ആദരണീയരും കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ സെക്രട്ടറിമാരിൽ ഒരാളും നമുക്ക് ഏവർക്കും വേണ്ടപ്പെട്ടവരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഫസലുർ റഹ്മാൻ ദാരിമി, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച വന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഫൈലി, നമ്മുടെ ആദരണീയരായ പ്രസിഡന്റ് ഹാജി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, നമ്മുടെ മഹത്തായ പരിപാടി നല്ല പോലെ ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ പ്രഗത്ഭ പണ്ഡിതരും സൂഫി വര്യനും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമീദ് ദാരിമി ഉസ്താദ് നമ്മുടെ മഹത്തായ വേദിയിലേക്ക് എത്തി. അല്ലാഹു അവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ മജ്ലിസിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബത്ത് സിഹ്റ കണ്ണീറുകളെ തൊട്ടൊക്കെയും അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ.
അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള സർവത്ര പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ചെറുണി മസ്ജിദിൻ്റെ അങ്കണത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ സലാത്ത് മജ്ലിസിൻ്റെ 34-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മഹത്തായ മതപ്രഭാഷണ പരിപാടിയുടെ ആത്മീയ സംഗമത്തിൻ്റെ സമാപന പരിപാടിയിൽ ഒത്തുകൂടാൻ സാധിച്ചതിൽ, നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അവസരം നൽകിയ സംഘാടകരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ആമുഖമൊന്നും നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് കൃത്യം ഒരു 11:45 നമ്മുടെ ദുആ മജ്ലിസോടുകൂടി, കൂട്ടുപ്രാർത്ഥന സദസ്സോടുകൂടി പരിപാടി അവസാനിക്കണമെന്ന് സംഘാടകർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഒരു കുറച്ചു നേരം മാത്രം മുന്നേരായ ഉസ്താദിന്റെ പ്രാർത്ഥന സംഗമത്തിന് പിന്നെ കൂട്ടുപ്രാർത്ഥന നേതൃത്വം നൽകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാതെ 12 മണിയും കഴിഞ്ഞ് 12 ഒരു 11:30 നിർത്തൽ തന്നെയാണ് ഈ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് 10 മണിയാകുമ്പോൾ അവസാനിപ്പിക്കലാണ് ഏറ്റവും ഹൈർ. എല്ലാം ആ പഴയ സ്റ്റൈലെല്ലാം മാറ്റണം. പണ്ടത്തെ പോലെ തന്നെ 10 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിയോളം ഉസ്താദെ ആൾക്കാർ വരുന്നില്ല. തൗഫീഖുള്ളവർ വരും. അല്ലാണ്ട് ഇപ്പോൾ 12 അല്ല, ഇങ്ങനെ 1 മണിയോളം തുടങ്ങാതെ ആൾക്കാർ വരണമെന്നിട്ട് കാത്തിരുന്നെങ്കിൽ ഒരാളും വരാനുണ്ടാവില്ല. കാരണം ഇത് ഡേ നൈറ്റ് മാച്ച് ഒന്നുമല്ല, ഇത് അള്ളാന്റെ ദീനാണ്. ഇത് എപ്പോൾ തുടങ്ങി എപ്പോൾ വരും. ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ആൾക്കാർ കുറവായിരിക്കും, സാധാരണയല്ലേ. ആൾക്കാർ കുറഞ്ഞു എന്നത് ഈ കാര്യത്തിൽ ബേജാറാക്കേണ്ട വിഷയമല്ല. അങ്ങനെ ആരോ പറഞ്ഞു ഉസ്താദ്, ആരോ ഒരാൾ വേദന വിളിച്ചിട്ട് അയാൾ പറഞ്ഞല്ലോ നല്ലോണം ആൾ കൂടുന്നെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഉണ്ടാ? അങ്ങനെയില്ലല്ലോ. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഒരു നാട്ടിലേക്ക് ഇമാമായി, യമനിലേക്ക് ഇമാമായി, അവിടുത്തെ ഖാദിയായി, പ്രഭാഷകനായി പറഞ്ഞേക്കുമ്പോൾ മഹാനർ പോകാൻ കൂട്ടാക്കിയില്ല. മഹാൻ സമ്മതിച്ചു, മഹാന്റെ ഉമ്മ സമ്മതിച്ചില്ല. ഉമ്മ പറഞ്ഞു, പോണ്ട മോനെ, മദീന എന്ന പുണ്യനാട് വിട്ടിട്ട് പുറത്തു പോണ്ട. മുത്തുനബി തങ്ങളെ സുന്ദര വദനം കാണാനുള്ള, സുന്ദര മുഖം കാണാനുള്ള വലിയ ഭാഗ്യം, അത് ഉപേക്ഷിച്ച് നീ ദൂരെ പോകണ്ട. ഏത് സമയത്തും നബി തങ്ങളെ കാണാനുള്ള നല്ലൊരു അവസരം, അത് കളഞ്ഞു നീ പോകരുത് എന്ന് പറഞ്ഞപ്പോ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കും ഉമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. മുസ്തഫ നബി തങ്ങളോട് വന്നിട്ട് ഉമ്മ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, പോയിക്കോ. അവിടെ പോയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് നീ നന്മ പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് ആരെങ്കിലും ഒരാൾ, വന്നോരെല്ലാരും അല്ല, ആരെങ്കിലും ഒരാൾ, ആരെങ്കിലും ഒരാൾ നിന്റെ ഉപദേശം കേട്ടിട്ട്, ആത്മാർത്ഥമായ ഉപദേശം, നാടകമല്ല, ആത്മാർത്ഥമായ നിന്റെ ആ ഉപദേശം കണ്ട്, നിന്റെ ഇടപെടൽ കണ്ട് ആരെങ്കിലും ഒരാൾ നന്നായാൽ, എന്നെ കാണുന്നതിനേക്കാളും, നല്ല മണ്ണ് മദീനയിൽ താമസിക്കുന്നതിനേക്കാളും, ഈ ലോകം മുഴുവനും നിനക്ക് അല്ലാഹ് നൽകുന്നതിനേക്കാളും ആ ഒരാൾ നന്നാവലാണ് നിനക്ക് ഖൈറ്. അതാണ് ഏറെ ഗുണം. അത് 2 കാര്യം മനസ്സിലായി. ഒന്ന്, എല്ലാത്തിനേക്കാളും വലിയൊരു കാര്യമാണ് ഈ ഒത്തുകൂടലും, ഈ പറയലും, ഈ പറയിപ്പിക്കലും. ഇത് ചെറിയ വിഷയമല്ല. നമുക്കിതൊരു കൊല്ലത്തോടുള്ള ഒരു പരിപാടി, നിങ്ങളെ പറ്റിയല്ല. പൊതുവെ ഇപ്പൊ ഒരു ചടങ്ങായിട്ട് മാറി. കഴിഞ്ഞ കൊല്ലാക്കിയിട്ട് അപ്പൊ പിന്നെ ഈ കൊല്ലം ആക്കണ്ടേ? അല്ലാണ്ട് പുതിയ കമ്മിറ്റി വന്ന് എങ്ങനെ ആക്കണമല്ലോ. കാരണം അവരെ കാട്ടും ഒരു പുതിയൊരു ഉണർവ് ഏതായാലും വേണ്ടേ. നിങ്ങളെ കഥ പറയുന്നതല്ല. ചിലടത്തൊക്കെ അങ്ങനെ, ചിലടത്ത് അങ്ങനെയല്ല. ചിലടത്ത് ഇത് കാലി പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസയല്ല, പരലോകമാണ്. അള്ളാന്റെ വജ്ഹ് മാത്രമാണ്, പാരത്രിക ലോകത്തിന്റെ നന്മ മാത്രമാണ്, ഏറിയ പ്രതിഫലം മാത്രമാണ്. നാളെ അല്ലാഹുവിനെ കാണുക എന്ന വലിയ ഉദ്ദേശമാണ്, ലക്ഷ്യമാണ്. പൈസ ചിലപ്പോ വരും, വരാതിരിക്കും, കൂടും, കൂടാതിരിക്കും. ചിലപ്പോ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കൂടും, കൂടാതിരിക്കും. അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. അതൊന്നും ഇതിൽ നമ്മൾ കണക്കുകൂട്ട്. പൈസ ആവശ്യമുണ്ട്. പൈസ ദീനിന്റെ എല്ലാ കാര്യത്തിനും പൈസ ആവശ്യം തന്നെയല്ലേ. പള്ളി മുന്നേക്ക് പോകണമെങ്കിൽ, അവിടെയുള്ള ഉസ്താദന്മാർക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ, ഇതുപോലെയുള്ള കാര്യത്തിന്റെ ചെലവും കാര്യങ്ങളും ഒഴിക്കണമെങ്കിലൊക്കെ പൈസ ആവശ്യം തന്നെയാണ്. അപ്പൊ നല്ലവരായി നിങ്ങൾ കൊടുക്കുന്ന ആ ദാനം, അൽഹംദുലില്ലാഹ്, നിങ്ങൾ വലിയ ദാനികളാണ്, വലിയ മനസ്സുള്ളവരാണ് എന്ന് പല ഉസ്താദന്മാരും ഇവിടെ പറഞ്ഞെന്ന് മാത്രമല്ല, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അല്ലാഹു തആല നിങ്ങൾ ആ വലിയ മനസ്സ്, ആ വിശാലമായ മനസ്സ്, കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു തആല തന്നത്, അവന്റെ വഴിയിൽ ചെലവഴിക്കാനുള്ള വലിയ മനസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു 2 ലോകത്തും നൽകട്ടെ. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തറിയോ?
ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടേണ്ടത് ഭൗതികമല്ല, ആൾക്കാർ കൂടലല്ല, കേവലം ഒരു ചടങ്ങ് മാത്രമല്ല. ഈ കാര്യങ്ങളെ കൊണ്ടും ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യം കൊണ്ടും അവൻ ആത്യന്തികമായി ഉദ്ദേശിക്കേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ്, അവന്റെ വജ്ഹ് മാത്രമാണ്, പാരത്രിക നന്മ മാത്രമാണ്. അല്ലാതെ മറ്റൊന്നും കരുതാനേ പാടില്ല. ലില്ലാഹി കല്ല ദുരുവദം ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല. ലില്ലാഹി കല്ല ദുരുവദം എനിക്കില്ല. തങ്ങൾ പറഞ്ഞല്ലോ, മഹാനരുടെ കയ്യില് എല്ലാം കൊണ്ടുപോയി ശത്രുവിനെ കിട്ടിയപ്പോ മുത്തുനബി തങ്ങളെ നല്ലോണം അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന ഒരു ശത്രു, പരിശുദ്ധമായ ദീനിന്റെ ജന്മശത്രു, പരിശുദ്ധരായ മുസ്ലിമീങ്ങളുടെ സഹാബത്തിന്റെ വല്ലാത്ത ശത്രു, എപ്പോഴോ കൊലക്കത്തിക്ക് ഇരയാകപ്പെടേണ്ട ശത്രു, അവൻ ഏതാ അലിയാർ തങ്ങളെ കയ്യില് കിട്ടുകയാണ്. ഒരു യുദ്ധമുഖത്ത് വെച്ചിട്ട്, യുദ്ധമൈതാനിൽ വെച്ചിട്ട് അലിയാർ തങ്ങളെ കയ്യിൽ ആ ശത്രുവിനെ കിട്ടുന്നു. എല്ലാവരും കാത്തിരുന്നതാണ് അവനെ കിട്ടണമെന്ന്, അവനെ കിട്ടിയാൽ വേണ്ടതുപോലെ കൊടുക്കണമെന്ന്, അവനെ യമപുരിയിലേക്ക് പറഞ്ഞേക്കണമെന്ന് എല്ലാ സഹാബികളും കാത്തിരുന്നതാണ്. കാലങ്ങളേറെയായി കാത്തിരിക്കുന്നു. പക്ഷേ ഒരവസരം മഹാനായ അലിയാർ തങ്ങളെ കയ്യിലാണ് അവൻ ചെന്നുപെട്ടത്. അലിയാർ തങ്ങൾ അവനെ കീഴ്പ്പെടുത്തുന്നു. എന്നിട്ട് അവനെ അതാ തലയിറക്കാൻ വേണ്ടി നോക്കുമ്പോ, അള്ളാഹുവിന് വേണ്ടി അവനെ വധിക്കാൻ വേണ്ടി നോക്കുമ്പോ, മുത്തുനബി തങ്ങളെ ശത്രുവിനെ എല്ലാം കൊണ്ടും പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവസാന അടവ് എടുക്കുമ്പോ ആ ശത്രു എന്ത് ചെയ്തറിയോ? അലിയാർ തങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. അലിയാർ തങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അവസാന സമയം എല്ലാം കൊണ്ട് കയ്യിൽ ഒതുങ്ങിയവൻ അവനെ മലർത്തിക്കടത്തി, അവനെ കീഴ്പ്പെടുത്തി, അവനെ കൊല്ലാൻ വേണ്ടി മഹാനായ അലിയാർ തങ്ങൾ ഒരുങ്ങുമ്പോ അലിയാർ തങ്ങളെ മുഖത്തേക്ക് അവൻ തുപ്പുകയാണ്. അലിയാർ തങ്ങൾ എന്ത് ചെയ്തറിയോ? തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ കാലങ്ങളേറെയായി കിട്ടണമെന്ന് കാത്തിരുന്ന ശത്രുവിന് അവിടെ നിന്നതാ രണ്ട് കയ്യും പിടിച്ചിട്ട് ഉയർത്തിയിട്ട് അവനോട് പറഞ്ഞു, പോയിക്കോ, പോയിക്കോ, നീ പോയിക്കോ, നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഒരു രോമത്തിന് പോലും പോരലേൽപ്പിക്കാതെ ആ ശത്രുവിനെ അങ്ങ് പറഞ്ഞയച്ചിട്ട് അലിയാർ തങ്ങളെ സഹാബികളിലേക്ക് മടങ്ങുകയാണ്. ആ സമയമാണ് സഹാബികൾ അന്തിച്ചു പോയത്, അത്ഭുതപ്പെട്ടു പോയത്. അവരതാകെ പരിഭ്രാന്തരായി പോയി. അവർ മഹാനായ അലിയാർ തങ്ങളോട് ചോദിക്കുകയാണ്, അലിയാർ തങ്ങള് എന്ത് പണിയാ നിങ്ങൾ ചെയ്ത്? ഇതെന്ത് ഏർപ്പാടാ? കാലങ്ങളേറെയായി ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ശത്രു, അല്ലാഹുവിന്റെ ശത്രു, മുത്തുനബി തങ്ങളെ ശത്രു, എല്ലാം കൊണ്ട് ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് അവനൊരു പാഠം പഠിപ്പിക്കുന്നത് വിട്ടിട്ട് നല്ല ചന്തത്തിൽ അവനെ പുറം തട്ടിയിട്ട് പറഞ്ഞയച്ചല്ലോ. നിങ്ങളെ കയ്യിൽ കിട്ടിയതല്ലേ, എല്ലാം കൊണ്ടും അവനെ യമപുരിയിലേക്ക് അയക്കാമായിരുന്നില്ലേ? അവന്റെ അവസാനം കാട്ടാമായിരുന്നില്ലേ? കയ്യിൽ കിട്ടിയ ശത്രുവിനെ നിങ്ങൾ ഒന്നും ചെയ്യാതെ വിട്ടതെന്തേ എന്ന് ചോദിച്ചപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയോ? സഹാബാ, അവനെ പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ കരുതിയിട്ടാണ് ഞാൻ കീഴ്പ്പെടുത്തിയത്. അവനെ കൊല ചെയ്യണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അവനെ കിടത്തിയത്. പക്ഷേ അന്നേരം അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നു. ഞാൻ അവന്റെ കഴുത്തിലേക്ക് വാള് വെക്കുന്ന നേരത്തെ എന്റെ മുഖത്തേക്ക് അവൻ കാർക്കിച്ചു തുപ്പിയപ്പോ എനിക്കവനോട് വല്ലാത്ത ദേഷ്യം കൂടുകയാണ്. ആദ്യമേ ദേഷ്യമുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ദേഷ്യം, മുത്തുനബി തങ്ങളെ ശത്രുവായതിന്റെ ദേഷ്യം, ഈ സമുദായത്തെ അവഹേളിച്ചതിന്റെ, ബുദ്ധിമുട്ടിച്ചതിന്റെ ദേഷ്യം എനിക്കവനോടുണ്ട്. അത് ആദ്യമേയുണ്ട്. അത് അള്ളാഹ്വിനക്ക് വേണ്ടിയുള്ള ദേഷ്യമാണ്. എന്നാൽ അവസാന സമയത്ത് എന്റെ കയ്യിലൊതുങ്ങിയ നേരം അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ എനിക്കവനോടുള്ള ദേഷ്യം കൂടുകയാണ്. എന്റെ മുഖത്തേക്ക് തുപ്പിയ സമയം എനിക്കവനോട് ദേഷ്യം കൂടി. അത് എന്റെ ദേഷ്യമാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ദേഷ്യമല്ല. എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ എനിക്കവനോടറിയാതെ വൈരാഗ്യം കൂടുകയാണ്, ദേഷ്യം കൂടുകയാണ്. ആ സമയത്തെങ്ങാനും ഞാൻ അവൻ അറുത്തുപോയാൽ, ഞാൻ അവനെ വല്ലതും ചെയ്താൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ചെയ്യലല്ല. എന്റെ ദേഷ്യം തീർക്കലാകും, എന്റെ വൈരാഗ്യം തീർക്കലാകും, എന്റെ കാര്യം നടത്തലാകും. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല. ലില്ലാഹി കല്ല ദുരുവദം എനിക്കില്ല.
ഒരാൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരാളോട് ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ട്? ഒരു മുസ്ലിമിന്റെ സകലമായ കാര്യങ്ങളും അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാകണം. അതാണല്ലോ ഞാനും നിങ്ങളും 5 നേരം നിസ്കാരത്തിൽ ഇടതടവില്ലാതെ ആഗോള വ്യാപകമായിട്ടുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നിസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഒരു ദൃഢമായ പ്രതിജ്ഞ ചെയ്യുന്നു, ഒരു സത്യവാചകം ചൊല്ലുന്നു. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ എല്ലാം 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 അല്ലാഹ്ക്കാണ്. എല്ലാം അല്ലാഹ്ക്കാണ്, മനുഷ്യന്മാർക്കല്ല. മനുഷ്യന്മാർ ലൈക്ക് അടിക്കട്ടെ, ഡിസ്ലൈക്ക് അടിക്കട്ടെ, അത് പ്രശ്നമല്ല. അതൊന്നും നമുക്ക് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞല്ലോ, ആൾക്കാർ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഇബാദത്തെടുക്കലും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വകാര്യമായി ഒതുങ്ങിട്ട് ഇബാദത്തെടുക്കലും രണ്ടും തെറ്റാണ്. ആൾക്കാർ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുക തെറ്റാണ്. കാരണം അയാളെ കാണാൻ വേണ്ടിയിട്ട് ഓതി, അല്ലാഹ്ക്കല്ല. എന്നെ അയാള് കാണുന്നില്ലാലോ എന്ന് കരുതിയിട്ട് ഖുർആൻ ഓതുന്നു, ആരും കാണണ്ട എന്ന് കരുതിയിട്ട് ഖുർആൻ ഓതുന്നു, അതും തെറ്റാണ്. എന്തുകൊണ്ട്? അപ്പോഴും നിന്റെ മനസ്സിൽ മനുഷ്യരാണ്, കാണുമ്പോഴും മനുഷ്യരാണ്, കാണുന്നില്ലാലോ എന്ന് ചിന്തിക്കുമ്പോഴും മനുഷ്യരാണ്. നിന്റെ മനസ്സിന്റെ അകത്ത് മനുഷ്യരാണ്. മനുഷ്യനവിടെ ഇടമില്ല, മനുഷ്യനവിടെ സ്ഥാനമില്ല. നമ്മുടെ കൽബിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാകേണ്ടതല്ല ലമൗജൂദ ഇല്ലല്ലാഹ് ലമത്ലൂബ ഇല്ലല്ലാഹ് ലമഖ്സൂദ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിലുള്ള കാലത്തോളം ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കില്ലെന്ന് മുസ്തഫായ റസൂലുള്ളാഹി. അന്ത്യനാളാകുന്ന സമയത്ത് ഇവിടെയുള്ള മനുഷ്യന്മാരെ വായിൽ ദിക്റുണ്ടാവേല, അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവേല. അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരാൾ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയുന്ന ഇതുപോലെയുള്ള മജ്‌ലിസുകളുള്ള കാലത്തോളം ലോകം അവസാനിക്കില്ല. ഹബീബുൽ വറാ റസൂലുള്ളാഹ് സദാ നേരവും ഞങ്ങളെ കൽബിന്റെ അകത്തല്ല മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅ. നീ അല്ലാഹുവിന്റെ ആളാണെങ്കിൽ അല്ലാഹ് നിന്റെ ആളാണ്. നീ അല്ലാഹുവിന്റെ ആളാകണമെങ്കിൽ അല്ലാഹു നിന്റെ ആളാണ്. നിന്നെ കാണാൻ, നിന്നെ ഏറ്റെടുക്കാൻ, നിന്നെ ശ്രദ്ധിക്കാൻ, നിനക്ക് പ്രതിഫലം തരാൻ, നിന്നെ ഉൾക്കൊള്ളാൻ, നിന്നെ ഓർമ്മിക്കാൻ അല്ലാഹു ഉണ്ടാകും. എപ്പോ? നീ അല്ലാഹുവിന്റെ ആളാകണം. ഞാൻ അല്ലാഹുവിന്റെ ആളാവണം. ഞാൻ അല്ലാഹുവിന്റെ ആളെ എപ്പോ വയലിന്റെ മജ്‌ലിസില് റമളാൻ ഫസ്റ്റ് ഒരു 3 ദിവസം, പിന്നെ പെരുന്നാന്റെ നിസ്കരിച്ച് വെള്ളിയാഴ്ച നട്ടുച്ചക്ക്, ഇങ്ങനെ ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ ആളായിനെ. അല്ലേ ഇപ്പൊ റമളാൻ മാസം എല്ലാം വരും. സുബ്ഹാനല്ലാഹ്, മാസം കണ്ടിട്ട് ആ ഫസ്റ്റിന്റെ അന്ന് കാളിയാറ് കണ്ട് എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ ഞങ്ങളെ പള്ളിന്റെ ഉള്ള ആളെത്രയും 2 തട്ട് മതിയാവോ? 2 തട്ട് മതിയാവലെന്ന് മാത്രമല്ല, മാസം കണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോ ചങ്ങായിന്റെ ഈമാന് ഫുള്ളായിട്ട് പാഞ്ഞു കേറിയ തന്നെ. ബാല്യക്കാർ ആസകല ഈടുത്ത ബാല്യക്കാരെ പറ്റി പറയല്ല, പൊതുവെ എല്ലായിടത്തും കാണുന്ന കഥയാണിത്. പാഞ്ഞു കേറി, ആ കേറുന്ന കേറല് ചെരിപ്പൂരാന് വരെ മറന്നുപോയി. കാരണം എന്തറിയോ? പരിശുദ്ധ റമളാനിന്റെ അമ്പിളി മാനത്ത് കണ്ടെന്ന് കാളിയാറ് ചെല്ലിട്ടാകുമ്പോ ഓന്റെ ഈമാന് ഒറ്റടിക്ക് ഉള്ളായി. ചെരിപ്പൂരാൻ വരെ മറന്നിനി. മുക്രിക പറഞ്ഞ ചെരിപ്പൂറാന്ന്. അപ്പോൾ ഓന ചെരിപ്പൂരി. എന്നിട്ട് ഉള്ളിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി 2 മുസാഫെല്ലാം കയ്യിൽ പിടിച്ചിട്ട്, ഒരു മുസാഫല്ല, ഇക്ബാലിന്റെ കയ്യിൽ 2 മുസാഫ്. ആ ഇക്ബാലല്ല, മസലൻ ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. അവന്റെ കയ്യിൽ 2 മുസാഫ്, ഒന്നല്ല 2. എന്തേടാ നീ 2 മുസാഫ്? ഉസ്താദ് റമളാനല്ലേ, അന്റെ ഉസ്താദിനെ അറിയല്ലേ? നിന്നെ കട്ടി മിന്നെ ആൾക്കറിയാലേ ഇത് റമളാനെന്ന്? ആട്ട റമളാൻ തന്നെ, അതിന് 2 മുസാഫ് എന്താടാ? ഉസ്താദെ ഒന്നിലെ അൽബക്കർ ഓതണോ, ഉസ്താദെ ഒന്നിലെ ആൽ ഇമ്രാൻ ഓതണോ? എന്റെ ഇത് 2 ഒന്നിലില്ലേ? ഇത് 2 ഒന്നിലില്ലാഞ്ഞിട്ടല്ല ചങ്ങായിന്റെ ഈമാന് ഫുള്ളായത്. ആട്ടെ, അഭിനന്ദിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്, കുറ്റപ്പെടുത്തുന്നില്ല. 2 അല്ല 4 മുസാഫ് പിടിച്ചോ, തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ റമളാൻ 1-ന് 2 മുസാഫ് പിടിച്ചിട്ട് പള്ളിയിൽ ഉലാത്തിയവൻ, റമളാൻ 1-ന് 2 മുസാഫ് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരുന്ന് ഓതിയ ഞാനും നിങ്ങളും, റമളാൻ 2-ന് ഞങ്ങളെ കയ്യിലെ മുസാഫില്ല, റമളാൻ 3-ന് ഞങ്ങൾ പള്ളിയിലില്ല, റമളാൻ 4-ന് ഞങ്ങളിൽപ്പെട്ട പലർക്കും നോമ്പില്ല. ഞങ്ങളെ ഈമാനിന്റെ കോലം കണ്ടോ? പിന്നെ എങ്ങനെ വന്ന കൊറോണ പോന്നേ? പോവേല.
ഞങ്ങൾ മാറാത്ത കാലത്തോളം, അല്ലാഹുവിലേക്ക് അടുക്കാത്ത കാലത്തോളം വന്ന കൊറോണ പോവേല, പരീക്ഷണങ്ങൾ നാട് നീങ്ങല. ഖുർആനാണല്ലോ, ഖുർആനല്ലേ. അവന്റെ ദിക്റില്ലാതെ സ്മരണയില്ലാതെ നടക്കുന്ന ഒരവസ്ഥ, നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ കഴിയുന്ന ഒരവസ്ഥ എന്നാണോ നമുക്ക് വരുന്നത്? എപ്പോഴാണോ നമുക്കുള്ളത്? എന്നാൽ അവന്റെ ഐഹികമായ ജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതാകും, പരീക്ഷണങ്ങളോടെ കടന്നു പോകുന്നതാകും, കഷ്ടപ്പാടിലൂടെ നീങ്ങുന്ന ജീവിതമാകും. അവന് മനസ്സമാധാനം ഉണ്ടാവേല, അവന്റെ ജീവിതത്തിൽ തീരെ റാഹത്തുണ്ടാവേല. അല്ലാഹനെ മറന്നവന്റെ ജീവിതത്തിൽ തീരെ സമാധാനം ഉണ്ടാവേല. ونشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى قال الله عز وجل. മുണ്ടുന്നില്ലാലോ. قال الله عز وجل. നബി തങ്ങളെ മജ്ലിസാണിത്, സലാത്തിന്റെ മജ്ലിസാണിത്, മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മജ്ലിസാണിത്. മദീന റൗളയുടെ പച്ചക്കുബ്ബക്ക് താഴെ ഉറങ്ങുന്ന റസൂലുള്ളാഹ് ഞങ്ങൾ ഈ മജ്ലിസ് കാണുന്നു, ഈ അമല് കാണുന്നു. വഖുൽ അമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള ഭൂമിയിൽ നമ്മൾ ഒരുക്കിയ മജ്ലിസുകളെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ശ്രേഷ്ഠമായ അഫ്ളലായ മജ്ലിസാണ് ഈ സലാത്തിന്റെ മജ്ലിസ്. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് പറഞ്ഞല്ലോ, സലാത്ത് ഇത് സലാത്തിന്റെ മാസമാണ്. ശഅബാനു ഷഹരി. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ? എന്ത്? അത് റമളാന്റെ മുന്നേയുള്ള മാസം. നമുക്ക് അത്രേ അറിയൂ പ്രത്യേകത, അല്ലേ? അല്ലേ? ആരോട് കേട്ടോക്കിയ എന്ത് റമളാൻ ഈ ശഅബാന്റെ പ്രത്യേകത? അതിപ്പോ റമളാന്റെ മുമ്പത്തെ മാസം അത്ര ഒന്നും അല്ല. എണ്ണിയാൽ തീരാത്ത മഹത്വത്തിന്റെ മാസമാണ് ഈ ശഅബാൻ. അതിലൊന്ന് മുസ്തഫായ നബി തങ്ങളെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു തആല ലോകരോട് വിശ്വാസികളോട് കൽപ്പിച്ച കൽപ്പനയില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അവന്റെ മാലാകമാരും പൊന്നുനബി തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ആണുങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, യാ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബി തങ്ങളെ മേലെ നിങ്ങളും സലാത്ത് മറന്നിടണ്ട. മുത്തുനബി തങ്ങളെ മേലെ നിങ്ങളും സലാത്ത് ചൊല്ലണോ. അത് നിങ്ങളെ മേലെ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ കൽപ്പനയോട് കൂടിയിട്ടുള്ള അള്ളാന്റെ ആയത്ത്, ആ പരിശുദ്ധ വചനമിറങ്ങിയത് ഈ ശഅബാനിലാണ്. സലാത്ത് ചൊല്ലണമെന്നുള്ള കൽപ്പന, ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണമെന്ന കൽപ്പന ഈ സമുദായത്തിന്റെ മേലെ അല്ലാഹു കൽപ്പിച്ചത് അത് ഈ ശഅബാനിലാണ്. അതുകൊണ്ടാണ് ശഅബാനു ഷഹരി, ഇത് എന്റെ മാസമാണ്. ഖാല റസൂലുള്ളാഹ്. മാത്രമല്ല, കൊല്ലത്തോട് കൊല്ലം നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു കൊല്ലത്തിന്റെ മാസമാണ് ശഅബാൻ. അങ്ങ് ചെയ്യുന്ന നന്മകളെല്ലാം ഒരു സ്പേസിൽ പെൻഡിങ് ആണ്. അതങ്ങനെ അല്ലാഹു തആലക്ക് പെട്ടെന്നൊന്നും പോകുന്നില്ല. ആഴ്ചയിൽ പോകും, ദിവസത്തിൽ പോകും, ആര്യവാകുമ്പോ ആഴ്ചയിൽ പോകും, വ്യാഴാഴ്ചയാകുമ്പോ, പിന്നെ കൊല്ലത്തിലെല്ലാകുമ്പോ പോകും. കൊല്ലത്തിൽ പോകുന്ന അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹുവിലേക്ക് നേരെ വെളിവാക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ശഅബാൻ മാസം നന്മകളെ കൊണ്ട് നന്നാക്കണം, നന്മകളെ കൊണ്ട് ഫലവത്താക്കണം എന്ന് പറഞ്ഞത് വെറുതെയല്ല. ബറാത്തിന്റെ മാസമാണ്.
നമ്മുടെ ഒരു കൊല്ലത്തെ എല്ലാ കാര്യങ്ങളും തീർമാനിക്കപ്പെടുന്ന മാസാണ് അല്ലേ? ബറാത്ത് രാത്രി മറ്റന്നാണല്ലോ, വരാറായില്ലേ? മാത്രമല്ല ഈ സമുദായത്തിന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായിൽ നിന്ന് മാറ്റി പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലേക്ക് ഖിബലയെ ആക്കി തന്ന മാസമാണ് ഈ ശഅബാൻ. ഇത്ര ശ്രേഷ്ഠമായ മാസം. അതുകൊണ്ടാണല്ലോ ബർക്കത്തിന്റെ മാസാണ്, ദുആക്ക് ഇജാബത്തുള്ള മാസാണ്. എല്ലാം കൊണ്ടും ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആദരണീയരായ ബഹുമാന്യരായ ഉസ്താദ് ജിഎസ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയമില്ലല്ലോ. അവരെല്ലാം ഇരുത്തിയിട്ട് അങ്ങനെ കുറെ നേരം നീട്ടി പറയുന്നത് ഒരു റാഹത്തുമല്ല. അത് എത്ര വിചാരിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നക്ക് പോകുന്ന വിഷയമല്ല. ഏതുവാകട്ടെ അല്ലാഹു ഇതിനേക്കാളേറെ ചന്തത്തില് റാഹത്തില് ഹിസാബില്ലാതെ അവന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റി തരട്ടെ. സലാത്തിനും ദിക്റിനും മറ്റ് അമാൽ ഇബാദത്തുകൾക്കൊക്കെയും അല്ലാഹു ഏറിയ ലദ്ദത്തും തൗഫീഖും ഏറ്റി തരട്ടെ. ആമീൻ ചെല്ലുന്ന കുറച്ച് മെല്ലാം തോന്നല്ലേ? ചെല്ലുന്നില്ല ചെല്ലുന്ന് അത് കുറച്ച് നമുക്ക് കേൾക്കും പോലെ ചെല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം റാഹത്ത്. അങ്ങനെയാണ് എപ്പോഴും എന്താക്കണം അറിയോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് അറിഞ്ഞ പോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഉന്മേഷമാണത്. അല്ലെങ്കിലും ഇതിനൊക്കെ ഉന്മേഷം കാര്യമല്ല കാട്ടണ്ടേ? ഇതിനെന്നെയാണല്ലോ ഉന്മേഷം കാണിക്കേണ്ടത്. നമുക്ക് ആകെയുള്ള പ്രതീക്ഷ ഇനി ഇതുപോലെയുള്ള മജ്ലിസ് മാത്രമാണ്, ദുആ മാത്രമാണ്. വേറെ ഒന്നുകൊണ്ടും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. വോട്ടെത്ര നടന്നാലും ഇലക്ഷൻ എത്ര നടന്നാലും ഞങ്ങളെ മനസ്സിൽ വരരുത് എന്ന് ആഗ്രഹിച്ചു പോകുന്നവർ തന്നെ പ്രതിപക്ഷം പോലും ഇല്ലാതെ ഉയർന്നു വരുന്നു. ഇത് പരീക്ഷണകാലമാണ്, കുറ്റപ്പെടുത്തുകയല്ല. ഈ സമുദായം ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിലേക്ക് മടങ്ങലല്ലാതെ വേറൊരു വഴിയില്ല. നല്ലവരെല്ലാം നാട് നീങ്ങുന്നു. കാലം കണ്ട മഹാൻ, ആലിമായ സൂഫിയായ സയ്യിദായ മഹാൻ, ഈ സമുദായത്തെ ഒരു കൈത്തുമ്പ് കൊണ്ട് നിയന്ത്രിച്ച മഹാൻ, അതെ വളരെ 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 സൗമ്യനായ മഹാൻ, എളിമയാർന്ന തെളിമയാർന്ന വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായ മഹാൻ, മുത്തുനബി തങ്ങളെ 41ാമത്തെ പേരമകനായ മഹാൻ, സയ്യിദുൽ ഉമ്മ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. നല്ലവരെല്ലാം പോകുന്നു. ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. പോയവർക്കിന് പകരം ഒരിക്കലും വരാനില്ല. പോയവർ പോയി, അതും ഇത്ര വലിയവരാണ്, ഇത്ര വലിയവരാ, ഇത്ര വലിയവര്. സുബൈക്കാണ് നാളെ രാവിലെയാണ് മയ്യത്തെടുക്കുക എന്ന് മാലോകരോട്, ലോകത്തുള്ള മുഴുവനും ആൾക്കാരോട് വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ ചാനലുകളിലൂടെയും അറിയിച്ചിട്ട പോലും അല്ലാഹു തീരുമാനിച്ചു, ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ രാവിലെ വരെ വെക്കരുത്, വേഗം കൊണ്ടുപോകണോ, വേഗം കൊണ്ടുപോകണോ. എനിക്കവനെ കാണാൻ തിടുക്കമായി, എനിക്ക് അവന്റെ അനുഗ്രഹത്തിലേക്ക്, അവന്റെ ആസ്വാദനത്തിലേക്ക് എത്താൻ എനിക്ക് ധൃതിയുണ്ട്. അതുകൊണ്ട് ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി. നല്ലവർ പറയുമല്ലോ, എന്നെ വെക്കണ്ട, എന്നെ ഇവിടെ വെക്കണ്ട. ആര് കാണാൻ, ആര് നോക്കാൻ, ആര് വലയം വെക്കാൻ, ഏത് കഷ്ട വന്നിട്ട് കാണാൻ? എന്നെ കൊണ്ടുപോ, എനിക്ക് അവനെ കാണണോ. എന്നെ ആര് കാണുന്നു എന്നതല്ല, എനിക്ക് അവനെ കാണണമെന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോ അതാ രാവിലെ കൊണ്ടുപോകപ്പെടേണ്ടവർ രാത്രിയുടെ യാമങ്ങളിൽ തന്നെ ഈ ലോകത്തോട് മറഞ്ഞു പോവുകയാണ്. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ പരിശുദ്ധ പരമ്പരയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഖൽബ് നന്നാക്കി തരട്ടെ. അവർക്കെല്ലാം പകരമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ വലിയ മഹാന്മാർ പോയാ പോയെന്നെ, അതിന് പകരമിന് ഒരാളില്ല. അല്ലാണ്ട് മഹാനായ തങ്ങളെ പോലെയുള്ളവർ എന്തേ കേവലം ഒരു തങ്ങൾ എന്ന ബഹുമതി മാത്രമാണോ? പ്രഗൽഭനായ പണ്ഡിതനാണ്, കാലം കണ്ട മഹാൻ, കാലം കണ്ട മഹാൻ, 20ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് പണ്ഡിത ലോകം വിധി എഴുതിയ മഹാൻ, 19,000-ൽ പരം വരുന്ന വലിയവരായ മഹാന്മാരുടെ ഗുരുവര്യരായ മഹാൻ, 4 പതിറ്റാണ്ടിലേറെ സമസ്ത എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകിയ മഹാൻ, ആലിമുൽ ആലം എന്ന അപരാഭിനാമത്തിൽ അറബ് ലോകം വാഴ്ത്തിയ മഹാൻ, ശൈഖുനാ ശംസുൽ ഉലമയുടെ ചാരത്തിരുന്ന് പഠിച്ച പണ്ഡിതരായ ഫൈസിയായ ആലിമാണ് മഹാനായ പാണക്കാട്ട് തങ്ങള്. ഒന്നും അറിയാത്ത ആളല്ല,
കാര്യമായ അലിമാണ്, തികഞ്ഞ സൂഫിയാണ്. എല്ലാം കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം എന്താണ്, എന്താകണമെന്ന് പഠിപ്പിക്കപ്പെട്ടുവോ അത് മുഴുവനും സമ്മേളിക്കപ്പെട്ടവരായ, ആവാഹിക്കപ്പെട്ടവരായ മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാൻ. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. അവരൊക്കെ ഞങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്ന ദിക്റും കാര്യങ്ങളും സലാത്തുകളൊക്കെയാണ് ഇനി നമുക്ക് ആകെയുള്ള പ്രതീക്ഷ. ദിക്ർ എന്നത് വലിയൊരു തുണയാണല്ലോ, ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ് ദിക്ർ. മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആരെല്ലാം എന്തെല്ലാം പരാതികൾ പറഞ്ഞു, അവർക്കൊക്കെയും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ദിക്റാണ്. ഒരു സഹാബി കടത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. കടം എല്ലാവർക്കും സാധാരണയാണല്ലോ, അല്ലേ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നും മുണ്ടില്ല. കടമെന്നത് സാധാരണയാണ്, എല്ലാവർക്കും ഉള്ളൊരു ഏർപ്പാടാണ്, മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. അത് വേണ്ടതിന് കടാക്കുന്നവരുണ്ട്, ആവശ്യമില്ലാണ്ട് കടാക്കുന്നവരുണ്ട്. ഏതായാലും അത് ഹക്കാണ്. അല്ലാഹു ഹക്ക് വെച്ചിട്ട് മരിക്കേണ്ട ഗതികേട് നമുക്ക് വരുത്താതിരിക്കട്ടെ. കടമെന്നത് വലിയ പേടിക്കപ്പെടേണ്ട വിഷയമാണ്. ഇന്നത്തെ മനുഷ്യന്മാർക്ക് കട എന്നതൊരു വിഷയമല്ല. എത്ര കിട്ടുന്ന അത്ര കേസ് കിട്ടുന്ന തന്നെ. എന്നിട്ട് കുറെ സത്യല്ലോടും, നാളെ തരാം, മറ്റും തരാം, ഇപ്പൊ തരാം. എപ്പൊ തരത്തിയ 17-ന് 16-ന് തരാന്ന് ഒരു ദിവസം മുമ്പ് തന്നെ. പിന്നെ ചങ്ങാനെ കണ്ട പറഞ്ഞ അടുത്ത കൊല്ലം വാർഷികത്തിന് 10 കൊടുക്കുമ്പോ ലൈനിൽ കണ്ടത്, അതിന് പിന്നെ കണ്ടിട്ടേ ഇല്ല, പോയത് തന്നെ ഇല്ല. എന്നിട്ട് പറ്റിയ മിണ്ടാണ്ടിരുന്ന അപ്പുറത്തും മേങ്ങി, ആടൊന്നും മേങ്ങി, എല്ലാം മേങ്ങി തന്നെ. കൊടുക്കുന്ന വിഷയമില്ല. ചില മനുഷ്യന്മാർക്ക് സാമ്പത്തിക ഇടപാടിന്റെ ആ ഒരു ഗൗരവം ഉണ്ടല്ലോ. അല്ലാഹു തആല 2 ചോദ്യം ഒരേ സമയത്ത് ചോദിക്കുന്ന വിഷയമാണ് സമ്പത്ത്. നാളെ ആഖിറത്തിൽ അല്ലാഹു 5 കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ അല്ലാഹു വിടല. ലാ തസൂല ഖദമാ ഇബ്നി ആദം, മനുഷ്യന്റെ കാല് വെച്ചെടുത്ത് അനക്കാനല്ല സമ്മതിക്കാല. 5 ചോദ്യത്തിന് മറുപടി പറയാതെ. അതിൽ 4 ചോദ്യം ഒറ്റ ചോദ്യമാണ്. 4 ഇവിടെ പറയാൻ സമയമില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. നിന്റെ ആയുസ് എന്താക്കി, നിന്റെ യൗവനം എന്തിനു ചെലവഴിച്ചു, നിന്റെ ഇൽമു കൊണ്ട് എന്തുണ്ടായി, എന്ത് കാര്യം ചെയ്തോ എന്തൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ മുതലിനെ സംബന്ധിച്ചു. അൻമാലിഹി മിന്നൈനിക്തസബുഹു വഫീമാ അൻഫഖ, നിന്റെ മുതല് അത് എങ്ങനെ ഉണ്ടാക്കി, അത് എങ്ങനെ ചെലവഴിച്ചു. അല്ലാഹു ചോദിക്കും. എങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉണ്ടാക്കിയ റൂട്ട് പറഞ്ഞു കൊടുക്കണം. കട്ടതാണോ, പലിശക്ക് വാങ്ങിയതാണോ, ഇൻഷുറൻസ് എടുത്തതാണോ, മറ്റുള്ളവനെ മുക്കിയതാണോ, നക്കിയതാണോ, വ്യക്തമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം. ഹലാലല്ലാത്ത ഒന്ന് നിന്റെ പള്ളിയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഹറാമിലൂടെ നിന്റെ പള്ളിയിലേക്ക് വല്ലതും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള ഇടം നരകമാണ്. ഹറാമ് പള്ളിയിൽ ചേർന്നവന്റെ ദുആക്ക് ഉത്തരമില്ല. കടമുള്ളവരും ശ്രദ്ധിക്കണേ. കൊടുക്കാനുള്ള കടത്തിനും കിട്ടാനുള്ള കടത്തിനും അല്ലാഹു ഹലാലായ വഴിയും മനസ്സും തുറന്നു തരട്ടെ. മുസ്തഫ കൊണ്ടുവരപ്പെട്ടു. ആ സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന നേരം മുത്തുനബി തങ്ങളതാ മുമ്പിൽ നിൽക്കുന്നു. സഹാബികളും ഉണ്ടവിടെ. കുളിപ്പിച്ച കഫൻ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോണ നേരത്ത് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. ആ മയ്യത്തിന് മുത്തുനബി തങ്ങൾ നിസ്കരിച്ചില്ല. മുത്തുനബി തങ്ങൾ മാറുകയാണ്. സഹാബികളോട് പറഞ്ഞു, ഇല്ല, ഞാൻ എന്നെ നോക്ക്. ആ മയ്യത്തിന് ഞാൻ നിസ്കരിക്കുന്നില്ല. ഇല്ല, ഇന്നലഹു ദൈൻ, ആ മയ്യത്തിന് കടമുണ്ട്, ബാധ്യതയുണ്ട്, സാമ്പത്തിക ഇടപാട് തീർക്കാതെയാണ് പോയത്. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് സഹാബികളോട് പറഞ്ഞിട്ട് മാറി നിന്നപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് മുമ്പിൽ വന്നിട്ട് നബിയോട് പറയുകയാ, പൊന്നാര നബിയേ, അയാളെ കടത്തിന് ഞാനാണ് ആള്, അയാളെ കടത്തിന് ഞാൻ ഉത്തരവാദിയാ. അയാളെ കടം എത്രയുണ്ടെങ്കിലും ഞാൻ വീട്ടിക്കോളാം നബിയേ. അവിടെ നിന്ന് നിസ്കരിക്കണം നബിയേ. ആര് നിസ്കരിച്ചാലും തങ്ങൾ നിസ്കരിച്ച പോലെ ആവലാലോ. ആവോ? ഇത്ര സഹാബികൾ നിസ്കരിച്ചാലും തങ്ങൾ നിസ്കരിച്ച പോലെ ആവും. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, ഖുർആനല്ലേ അല്ലേ? നിങ്ങളെ പ്രാർത്ഥന ഏറ്റവും വലിയ ആശ്വാസമാണ്, സമാധാനമാണ്, രക്ഷയാണ്, തുണയാണ്, താങ്ങാണ്. നബിയെ, നിസ്കരിക്കാതെ മാറി നിൽക്കല്ല നബിയേ. അയാളെ കടം എത്രയുണ്ടെങ്കിലും ഞാൻ വീട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് മുസ്തഫ നബി തങ്ങൾ നിസ്കരിച്ചത്. ഷഹീദിന് പോലും പൊറുക്കപ്പെടാത്ത തെറ്റാണ്.
പാപമാണ്, ബാധ്യതയാണ് കടം. ഡബിളാജിയായിട്ടും കാര്യമില്ല, ത്രിബിളാജിയായിട്ടും കാര്യമില്ല, തങ്ങളായിട്ടും കാര്യമില്ല, ഔലിയായിട്ടും കാര്യമില്ല, ഖാലിയായിട്ടും കാര്യമില്ല, ഉസ്താദായിട്ടും കാര്യമില്ല. കടത്തോടുകൂടി കടം വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അയാൾക്ക് അല്ലാഹു പൊറുക്കില്ല. വീട്ടണം, പൊരുത്തപ്പെടിക്കണം, അത് വീടാനുള്ള വഴി കാണിച്ചു കൊടുക്കണം, അതിനെ സെറ്റിൽമെന്റ് ചെയ്യണം, അതിന് വേണ്ട വ്യവസ്ഥ ഉണ്ടാക്കണം. ഒന്നും അറിയാതെ കിട്ടിയതല്ല അങ്ങനെ മേങ്ങിയിട്ട് വെച്ചിട്ട് ഉള്ള കിട്ടിട്ട് ചലേകയാ, അതൊരു മുഅ്മിന്റെ സ്വഭാവമല്ല. പൊതുവെ ഈ കടം മേങ്ങിട്ട് പിന്നെയും കുറച്ചെല്ലാം ഒരു ശ്രദ്ധിക്കാതെ പോന്നെ. എന്നെ നോക്ക്. കടം മേങ്ങിയിട്ട് തീരെ ഒരു ബോധമില്ലാതെ പോകുന്നത് ഞമ്മ മാത്രമാണ്. ഞമ്മ ചെല്ലെങ്കിൽ ഞമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഞമ്മ മാപ്പിള ജാതി നല്ലവരാണ് എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങളാണ് പിന്നെയും ഈ കടത്തിന്റെ വിഷയത്തിൽ തീരെ ഒരു ജാഗ്രത ഇല്ലാത്തവർ. മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഒരു പേടിയുണ്ട്. തിരിഞ്ഞിട്ട മിഞ്ഞാന്നൊരു ചങ്ങായി, മിഞ്ഞാന്നല്ല കുറച്ച് മിന്നെ ഒരു ചങ്ങായി പേപ്പർ വായിക്കുന്ന പോലെ, നിങ്ങൾ കേട്ടാ എന്താ വിഷയം? ഒരു ചങ്ങായി പേപ്പർ വായിക്കുമ്പോൾ അതിലൊരു വിഷയമുണ്ട്. എന്തറിയോ? സുബഹിസ്കരിച്ചിട്ട് മനുഷ്യന്മാർക്ക് ഓരോരോ ഹാബിറ്റാണല്ലോ, ഓരോരോ ആദത്താണല്ലോ. പത്രം വായിക്കുക, ഒരു കട്ടൻ ചാവടിക്കലല്ലോ. അങ്ങനെ ഈ ചങ്ങായി പത്രം വായിക്കുമ്പോൾ അതിലൊരു ന്യൂസ്, കടബാധ്യത. ജോസഫ് തൂങ്ങി മരിച്ചു. ജോസഫ് കമ്മ്യൂണിറ്റി വേറെയാണ്, നമ്മളതല്ല. അപ്പൊ ഈ ചങ്ങ ഇത് വായിച്ചേ, കടയുള്ളത് കൊണ്ട് ജോസഫ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഹോദരൻ തൂങ്ങി മരിച്ചു. വീട്ടാൻ കഴിഞ്ഞില്ല, മരിച്ചു. ഈ ചങ്ങ പത്രോടെ വെച്ച് അങ്ങനെ ഓൻ കട്ടൻ ചായ കുടിച്ച് ഓൻ പോയി. പിറ്റേന്നോ പിന്നെയും വന്നു അതേ സ്ഥലത്തേക്ക്. എപ്പോഴും വരുന്ന സ്ഥലം തന്നെയാണ്. അന്നത്തെ പത്രം വായിച്ചു. അന്നത്തെ പത്രം എടുത്ത് നോക്കുമ്പോ അന്ന് അതിലും അതേപോലത്തെ ഒരു ന്യൂസ് ഉണ്ട്, ഒരു വാർത്തയുണ്ട്. എന്ത്? കടം. മണികണ്ഠൻ തൂങ്ങി മരിച്ചു. മണികണ്ഠൻ. ഇന്നലെ ജോസഫ്, ഇന്ന് മണികണ്ഠൻ. പിറ്റൊന്നും അങ്ങനെ ഒരു പ്രതാപൻ. ഈ ചങ്ങായി സാധാരണ വായിക്കുമ്പോഴെല്ലാം ഈ കടനായിട്ട് മരിക്കുന്നവരും തൂങ്ങി മരിക്കുന്നവരും പട്ടല് പോയിട്ട് ചാവുന്നവരും ട്രെയിൻ്റെ അടിയിൽ പോയിട്ട് പോകുന്നവരും എല്ലാം ഒന്നൊക്കെല്ലോ ക്രിസ്ത്യന് അല്ലെങ്കിൽ ഹിന്ദു ഇങ്ങനെയുള്ളത് നമ്മളിതൊന്നും കാണുന്നില്ല. കടം മുഹമ്മദ് കുഞ്ഞ് തൂങ്ങി മരിച്ചു എന്നാ അല്ലെങ്കിൽ കൗക്കൂല് തൂങ്ങിയെന്നൊന്നും കാണുന്നില്ല. ഈ വായിക്കുമ്പോഴെല്ലാം കാണും തന്നെ മറ്റൊരുത്. അപ്പൊ ഈ ചങ്ങായി അടുത്തുള്ള ഒരു ഉപ്പാപ്പുണ്ടായിനാണ് ചായ പിടിക്കുന്നുണ്ട്. സുബേഷ് കഴിച്ചിട്ട് ആൾ അയാളോട് കേട്ടാലോ വയസ്സനോട്, അല്ല കാക്ക ഇതെന്ത് ഈ കടം മേങ്ങിയിട്ടല്ല ഈ മറ്റോറെന്ത് തൂങ്ങിയിട്ട് മരിക്കുന്നത്, നമ്മളതൊന്നും തൂങ്ങിയിട്ട് മരിക്കുന്നില്ലല്ലോ. അപ്പൊ അയാൾ ചെല്ലുമല്ലോ, നമ്മൾ മേങ്ങിന് എന്നെ കൊടുക്കുന്നില്ല അഞ്ചലിറ്റല്ലേ, പിന്നെ എന്തിനു തൂങ്ങണോ? ഓ മേങ്ങുമ്പന്റെ ആസ്മേതിന് തരയല്ല, സത്യത്തിന് മാത്രം ബദ്രീങ്ങളാണോ മക്കത്തെ പള്ളിയാണോ? അപ്പളെ ഉള്ളിൽ വിചാരിച്ചിട്ടും കൊടുക്കേയില്ല. മറ്റോ അങ്ങനെയല്ല, സത്യയിട്ടില്ലെങ്കിലും എന്ത് ചലിക്കും ഓന്റെ മനസ്സിലായി കൊടുക്കണോ മേങ്ങിയതല്ലേ. ഇല്ല പോയോ? ഇപ്പോഴുള്ളതാണ് ഉപ്പിലെ ചുമന്തിരിങ്ങ പോലെ എന്തോ ആയിട്ട്. ഈ വിഷയത്തിൽ കുറച്ചും ഒരു പേടിയും ഒരു വെപ്രാളുള്ളത് മറ്റുള്ളവർക്ക്. നമ്മളോട് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, എന്നാലും ഒരു ഇത്തിരി വീഴ്ച നമ്മളെ ഭാഗത്തുണ്ട്. സത്യത്തിൽ ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. കടമെന്നത് വലിയൊരു ഭാരം തന്നെയാണ്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞല്ലോ, എന്താ അദ്ദൈനോ അദ്ദൈനോ ഹമ്മുൽ ലൈലി വദില്ലത്തുൻ നഹാർ. അദ്ദൈനോ ഹമ്മുൽ ലൈലി വദില്ലത്തുൻ നഹാർ. കടമെന്നത് വല്ലാത്തൊരു കാര്യമാണ്. രാത്രി ഉറക്കം വരാതുള്ളവന് പകലാണെങ്കിൽ പുറത്തിറങ്ങി നടക്കാനും വയ്യ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ കഴിയാ, ഒരിടത്തും സാന്നിധ്യം അറിയിക്കാൻ കഴിയാ, ഒരാളെ മുമ്പിലും പെടാനും കഴിയില്ല. രാത്രിയാണെങ്കിലോ ഉറക്കവും വരില്ല, എന്തു ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് കടം. അല്ലേ? അത് കൊടുക്കാനുണ്ടെങ്കിലും അങ്ങനെ, കിട്ടാനുണ്ടെങ്കിലും അങ്ങനെ. കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമല്ല, കിട്ടാനുണ്ടെങ്കിലും അങ്ങനെ. അപ്പൊ ഇനി ആദ്യം പറയട്ടെ, 50,000 കടം കൊടുക്കുന്നതിനേക്കാളും നല്ലത് കഷ്ടപ്പാടും വിഷമവും പറഞ്ഞിട്ട് വന്നോനെ ഒരു 10,000 സദക്ക കൊടുത്തിട്ട് വിട്ടു. അതിന് പകരല്ല, കടം കൊടുക്കുക എന്നത് വലിയ കൂലിയുള്ള വിഷയമാണ്. കടം 2 വട്ടം ഒരാൾ കടം കൊടുത്താൽ അയാൾ 1 വട്ടം സദക്ക കൊടുത്ത കൂലിയാണെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി. ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് കടം കൊടുക്കുന്ന അങ്ങനെ അതിൽ വില. 2 വട്ടം കടം കൊടുത്തെങ്കിലും 1 വട്ടം സദക്ക കൊടുത്ത് കൂലിയുണ്ട്. ഈ കണ്ടമാരെ തരണ്ടേ? ഓനെ പിന്നെ ഇടി ഭൂലോകം തേടിയാ കിട്ടോ? ഓൻ ഇടാൻ സത്യം ഏത് ബാക്കി? ഒരു സത്യവും ബാക്കിയില്ല. മേങ്ങുമ്പോ എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് വേണോ, ആധാരമായിട്ട് എന്ത് വേണം, അഗ്രിമെന്റ് ആയിട്ട് എന്ത് വേണം എന്നല്ല കേട്ടെ. ഞാൻ പറഞ്ഞത് ഹക്കടപാടിന്റെ വിഷയം വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ പറയുന്നു, ഉസ്താദ് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, നമ്മൾ വിഷമം തീരുന്നില്ല, നമ്മളെ നിയത്ത് ശരിയാകുന്നില്ല, നമ്മളെ മുറാദൊന്നും ഹാസിലാകുന്നില്ല. ഹാസിലാവാൻ കുറച്ച് പണിയുണ്ട്.
സാമ്പത്തിക ഇടപാട് നല്ലോണം ശ്രദ്ധിക്കണം. ഏതൊരു നല്ല മനുഷ്യന്റെ ഈമാനും പിടക്കുന്ന റൂട്ടാണ് സമ്പത്ത്. പൈസന്റെ ഓടൊക്കെ എത്തുമ്പോ ഏത് ഹോജറാജാവും എല്ലോണം ചാറിപ്പോ. ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഉദാഹരണം ഞാൻ പറയാം. എന്റെ വണ്ടിക്ക് ഇപ്പൊ ഒരു 3000 രൂപ വാടക എന്നെ വെച്ചാൽ ഒരു 3-3.5 ഉദാഹരണം ചിലപ്പോ കൂടും, ഇങ്ങനെ കുറച്ചിരണ്ട, ചിലപ്പോ കുറയും, ഇങ്ങനെ ഏറിക്കുകയും വേണ്ട. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു എനിക്കറിയില്ല എത്ര ഡ്രൈവർ വേറെ കാറ് വേറെ പറ്റി കേട്ടോളി. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒരു വേള അങ്ങനെ തന്ന് വെച്ച കണക്കിന്റെ തന്നെ നിങ്ങൾ കണക്ക് കൂടി തന്ന് അതിന്റെ വഴി എണ്ണി നോക്കുമ്പോൾ ഒരു 500 രൂപ കൂടുതലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, അങ്ങനെ പോകും. ഞാനിതിന് കുറെ മാന മസാല എല്ലാം വെക്കും, പൊരുത്തപ്പെട്ടു എന്നെ സ്വന്തമായിട്ടിരിക്കുപ്പ. എന്തോ അറിയാത്തവരല്ലേ, നല്ല ഉഷാറിന്റെ സെക്രട്ടറി ഇപ്പൊ അങ്ങനെ എണ്ണാതെ തരുമോ? ഞങ്ങൾക്ക് ഭയങ്കര കലപത്തുള്ള എന്നെല്ലാം ഉണ്ടാവും. എല്ലാ കലപത്തുള്ളലും വരുന്ന ഈ സമയത്താണ് ഈ പൈസ കൊടുക്കത്തു. മറ്റുള്ളവന്റെ ഹക്ക് എങ്ങനെ മനസ്സിലാക്കി എത്ര സൂക്ഷ്മതയോടുകൂടി കാര്യം ചെയ്യണം. മഹാനായ കണ്ണിയത്തോർ അപ്പുറത്തുള്ള വഴിയിലൂടെ അന്നന്റെ വീട്ടിന്റെ വളപ്പിലൂടെ ഏതോ ഒരു വീട്ടിലേക്ക് മൗലിദിനോ മറ്റോ നടന്നു പോകുമ്പോ മൗലിദോദേണ്ട വീട്ടുകാരന്റെ വളപ്പിലേക്ക് എത്തിയ നേരം മഹാനായ കണ്ണിയത്തോർ തന്റെ 2 ചെരുപ്പും അതാ അഴിച്ചു വെക്കുകയാണ്. എന്നിട്ട് ആ കടന്നുപോയ ഇപ്പുറത്തുള്ള വളപ്പിലേക്ക് അന്യവന്റെ വളപ്പിലേക്ക് ആ ചെരുപ്പങ്ങ് കൊട്ടുകയാ, കൊടയുകയാ. കൂടെയുള്ളവർ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എന്തേ ചെരുപ്പ് ഊരിയിട്ട് കൊട്ടുന്നു? ഇപ്പുറത്തേക്ക് നടന്നുപോയ ഈ വളപ്പിലേക്ക് അവിടെ നിന്നിട്ട് ഇങ്ങോട്ടെന്തേ ചെരുപ്പിങ്ങനെ തട്ടുന്നേ കൊടയുന്നേ എന്ന് ചോദിച്ചപ്പോ മഹാനായ കണ്ണിയത്തോർ പറഞ്ഞതെന്തറിയോ? അത് അന്യവന്റെ വളപ്പല്ലേ അത്. ആ വളപ്പിലൂടെ നടന്നു വരുമ്പോ എന്റെ കാലിന്റെ ഇടയിൽ എത്ര മണ്ണും പിന്നെ മണലുമാ പറ്റിപ്പിടിച്ചത്. അത് അവന്റെ വളപ്പിന്റെതല്ല. അവനറിയാതെ അവന്റെ പൊരുത്തമില്ലാതെ ഞാനെങ്ങാനും കൊണ്ടുപോയിട്ട് ഇപ്പുറത്തെ വളപ്പിലിട്ട് പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എന്നോടവിടെ ഹിസാബില്ലേ, എനിക്കവിടെ മറുപടി പറയണ്ട, റബ്ബെന്നോട് ചോദിക്കില്ലേ. അതുകൊണ്ട് പൊന്നുമോനെ അവിടെയുള്ള മണലും പൊയ്യയും അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ കാരണമായി, അതല്ലെങ്കിൽ എന്റെ നടത്തം കാരണമായി, അതല്ലെങ്കിൽ എന്റെ ചെരുപ്പ് കാരണമായി മറ്റുള്ളവന്റെ മണ്ണും മണലും അവിടെയുള്ള ഒന്നും മറ്റുള്ളവന്റെ വളപ്പിലേക്ക് പോകരുത്. ഞാൻ കാരണമായി പോകരുത്. അതല്ലാന്റെ ഇടയ്ക്ക് ഞാൻ പേടിക്കുന്ന വിഷയമാണെന്ന് അല്ലാന്റെ മഹാന്മാർ പറഞ്ഞുവെങ്കിൽ ഞമ്മ നടന്നോണ്ടാവുമ്പോ മണ്ണും മണലാ കൊണ്ടേ ചെരുപ്പില്. നിങ്ങെന്തേ എന്നെ നോക്കുന്നില്ല? നിങ്ങ വരുന്നവരെ പോകുന്നവരെ നോക്കുന്നതിന് നിങ്ങൾ എപ്പോഴും കാണുന്ന മനുഷ്യന്മാരല്ല, വാട്സപ്പിലെല്ലാം ഉണ്ടോ? നിങ്ങൾ എന്നെ നോക്കി എന്നെ പിന്നെ കിട്ടാല. ഞങ്ങൾ ഈ നടന്നുകൊണ്ട് പോകുമ്പോ മണ്ണും പൊയ്യ മാത്രം കൊണ്ടായതാ. ചില മനുഷ്യന്മാർ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വരുന്ന എന്നെ ചെരുപ്പ് കാക്കൂനി. നിങ്ങൾ നോക്കി, ചില മനുഷ്യന്മാരില്ലേ ആഴ്ച പുതിയ ചെരുപ്പുണ്ടാവും, വെറൈറ്റി. ഒരു VKC, പിന്നെ ബാട്ട, പിന്നെ കോളാപ്പൂരി. ഇത് ചങ്ങ എന്താക്കുന്ന എളുപ്പത്തിലുമാണ്, പുതിയ മോഡലും കിട്ടുന്നത്, വേറെ വേണ്ട കളറും കിട്ടുന്നത്. നേരെ പോന്ന് സെറ്റാക്കിട്ട് വരുന്നപ്പോ ബാക്കിലുള്ള ഒരാൾ ചെരുപ്പ് നോക്കുന്നു. നിങ്ങളെ വിഷയമല്ല, നിങ്ങളെ വിഷയം. വർത്തമാന കാലഘട്ടം അങ്ങനെയും ഉണ്ട്. ഞമക്കെന്താ ഹക്ക്, ഞമക്കെന്താ മറ്റുള്ളവൻ്റെത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അല്ലെ, കണ്ണിയത്തോർക്ക് ശേഷം ഈ കാലം കണ്ട ഏറ്റവും വലിയ സൂഫിയാണ്. ജീവിതത്തിൽ പ്രായമായതിനു ശേഷം കണ്ണിയത്തോർക്ക് ശേഷം ഒരു കറാത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് ചില പണ്ഡിതന്മാർ പോലും എഴുതി വെച്ച മഹാനാണ്, എഴുതി വെക്കപ്പെട്ട മഹാനാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. മഹാന പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മ പഠിക്കണം. ഈ മഹാന്മാരൊക്കെ നമ്മ പഠിക്കണം. നമ്മ എന്തിനു പഠിക്കണം? അത് ഉസ്താദ് ആ ഗ്രൂപ്പിൽ മെമ്പറാവനി. ഇത് ഗ്രൂപ്പല്ല, ഇത് ദീന, ഇത് ഹക്കാണ്, ഇത് ദീനാണ്, ഇത് ഇബാദത്ത. എന്ത് ഗ്രൂപ്പ്? ആർക്ക് ഗ്രൂപ്പ്? എവിടെ ഗ്രൂപ്പ്? ആ നല്ല മഹാൻ സയ്യിദുൽ ഉലമാന്റെ വഴി, കണ്ണിയത്തോരുടെ വഴി, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അവരൊക്കെ മഹാന്മാരാണ്. അവരെ പഠിക്കണം, അവരെ മഹബത്ത് വെക്കണം. അവരോടുള്ള ഹുബ്ബ് ഇബാദത്താണ്, അവരോടുള്ള സുഹബത്ത് ഇബാദത്താണ്. അല്ലേ? نلت الصلاح بهم فإنهم في وجوه الأرض يقمرون. നല്ലവരെ നീ എപ്പോഴും നോട്ടായിക്കൊള്ളണം.
നല്ലവരെ ബാക്കിന്ന് കൂടണോ? നല്ലവരെ നീ എപ്പോഴും ദ്വാരപ്പിച്ചോളണോ? നല്ലവരെ നീ പിരിശം വെക്കണോ? അവരെ വഴിയടയാളം, അവരുടെ ജീവിത വഴി, അവരുടെ ആ നല്ല ആചാരം, അവരുടെ ആ നല്ല കർമ്മങ്ങള് നീ ജീവിതത്തിൽ പകർത്തണോ? എന്തിനറിയുമോ? അവരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ. സാലിഹീങ്ങളോടുള്ള ഒരു മയ്യത്ത് സുഹബത്ത് അത് വലിയൊരു കാര്യമാണ്. ഈ മഹാന്മാരൊക്കെ എത്ര നല്ലവരാ, എത്ര നല്ലവരാ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയാ. പുറത്തിറങ്ങിയ നേരം അവിടെ നിന്നതാ തന്റെ ചെരുപ്പ് തന്റെ കാലിലേക്ക് ഇടുന്ന നേരം, തന്റെ ചെരുപ്പ് തന്റെ കാലിലേക്ക്, ആരാന്റെ ചെരുപ്പല്ല, തന്റെ ചെരുപ്പ് തന്റെ കാലിലേക്ക് ഇടുന്ന നേരം അവിടെ അതാ മറ്റൊരാളുടെ ചെരുപ്പുണ്ടായിരുന്നു. ആ ചെരുപ്പിന്റെ ആളകത്ത് നിസ്കരിക്കുന്നുണ്ട്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് തന്റെ ചെരുപ്പ് കാലിലേക്ക് ഇടുമ്പോ അറിയാതെ കണ്ട് തന്റെ കാല് തട്ടിയിട്ട് മറ്റുള്ളവന്റെ ചെരുപ്പൊന്ന് നീങ്ങിപ്പോയി, ചാറിപ്പോയി, തന്നെ മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ആ സമയം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങോട്ട് നീങ്ങിപ്പോയ, സ്ഥാനം തെറ്റിപ്പോയ മറ്റുള്ളവന്റെ ആ ചെരുപ്പ് വീണ്ടും അതാ പൂർവ്വസ്ഥാനത്ത് വെക്കുന്നു, തന്റെ കൈ കൊണ്ട് നേരെയാക്കുന്നു. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. കൂടെയുള്ളവർ ചോദിച്ചോ, ഉസ്താദ് വരുന്നില്ലേ, പോവാലോ? ആ സമയത്ത്